കാസർഗോഡ് തലപ്പാടിയിൽ വാഹനാപകടത്തിൽ ഒരു കുടുംബത്തിലെ 3 പേരടക്കം 6 പേർ മരിച്ചു. കർണാടക RTC ബസ് നിയന്ത്രണം വിട്ട് ഓട്ടോറിക്ഷയിലിടിച്ചാണ് അപകടം. കർണാടക KC റോഡ് സ്വദേശികളായ ആയിഷ, നഫീസ, ഖദീജ, ഓട്ടോ ഡ്രൈവർ അലി എന്നിവരാണ് മരിച്ചത്. ഓട്ടോയിൽ തുമ്മിനാടിലേക്ക് പോകവെയാണ് അപകടമുണ്ടായത്. ഒരു ആക്സിഡന്റ് സംഭവിച്ചത് പറയുമ്പോൾ കർണാടക KSRTC ആണ്. അത് വരിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് സർവീസ് റോഡിലാണ്. അത് കാസർഗോഡിൽ നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന ബസ്സാണ്. പക്ഷേ അത് വന്നതും പിന്നെ ഹൈവേ കൂടിയാണ്. 66 വന്നിട്ട് ഒരു ഓട്ടോയിലേക്ക് ഇടിച്ചിട്ട് അത് 2 റൗണ്ട് തിരിഞ്ഞിട്ടാണ് അവസാനം പിന്നൊരു ഓട്ടോയിലേക്ക് ഇടിക്കുമ്പോൾ അവിടെ സ്ഥലത്ത് ബസ് വെയിറ്റിംഗ് സെറ്റിൽ ഉണ്ടായിരുന്ന 2 പേർക്കും അപകടം ഉണ്ടാകുക. 2 പേർ ഹോസ്പിറ്റലാണ്. അവർക്ക് പെണ്ണുങ്ങൾക്ക് ഇത്തിരി പരിക്കുണ്ട്, ഒരു വികലാംഗിയാണ്. മറ്റൊരാൾക്കും ചെറിയതായിട്ട് പരിക്കുണ്ട്. പക്ഷേ ഓട്ടോയിലുണ്ടായ 6 പേരും മരണപ്പെട്ടു. ഒരു ഓട്ടോ ഡ്രൈവറും പിന്നെ ഉണ്ടായിരുന്നത് ആ ബസ്സിൻ്റെ ഒരു ഫാമിലിയാണ്. ഒരു കുട്ടിയും മറ്റുള്ള ആളുകളും 6 പേരും, ഒരു ഓട്ടോ ഡ്രൈവറും മറ്റു 5 പേരും മരണപ്പെട്ടു. കേസറോഡ് സ്വദേശിയാണ്. ഷഫീഖ് നസ്രുള്ള വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷഫീഖ്, ബസ്സിന്റെ നിയന്ത്രണം വിട്ടതാണോ അപകട കാരണം? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കാസർഗോഡ് നിന്ന് മംഗളൂരുവിലേക്ക് പോകുന്ന KSRTC ബസ്സുകൾ സർവീസ് റോഡിലൂടെയാണ് സഞ്ചരിക്കേണ്ടിരുന്നത്. എന്നാൽ അത് ഈ ദേശീയപാതയിൽ കൂടി കടന്നു വന്ന് സർവീസ് റോഡ് ഒഴിവാക്കി ഇതുവഴി കടന്നു വന്നതാണ് അപകടത്തിന് കാരണം. ഇതുവഴി വന്ന ഓട്ടോറിക്ഷയിൽ KC റോഡിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് സഞ്ചരിക്കായിരുന്ന കുടുംബം സഞ്ചരിച്ച ഓട്ടോറിക്ഷയിൽ വന്നിടിക്കുകയും ആ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. ആ ഓട്ടോറിക്ഷയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന ഡ്രൈവർ ഉൾപ്പെടെയുള്ള ആളുകളാണ് മരണപ്പെട്ടത്. ഈ ഓട്ടോറിക്ഷയിൽ ഇടിച്ചതിന് ശേഷം അതിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും നിയന്ത്രണം നഷ്ടപ്പെട്ട കർണാടക RTC ബസ് അത് തിരിഞ്ഞ് മംഗളൂരു ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ് പിന്നീട് അത് കാസർഗോഡ് ഭാഗത്തേക്ക് അതിന്റെ മുഖം തിരിയുകയും അവിടെ മറ്റൊരു ഓട്ടോറിക്ഷയുമായി കൂട്ടിയിരിക്കുകയും ചെയ്തു. ഈ മറ്റൊരു ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന ആളുകൾ ഈ അപകടം നടക്കുന്ന ഉടൻ അവിടെ നിന്ന് ഓടി മാറാൻ കഴിഞ്ഞതാണ് ആ ഓട്ടോറിക്ഷയിലുള്ളവർക്ക് വലിയ പരിക്കില്ലാതെ രക്ഷപ്പെടുന്നതിന് കാരണമായത്. അതിനുശേഷം നമ്മൾ ഒരു CCTV ദൃശ്യം പുറത്തുവിടുന്നുണ്ട്. ആ CCTV ദൃശ്യം ഈ അപകടം ആദ്യം ഇടിച്ച ഓട്ടോറിക്ഷ ഇടിച്ചതിന് ശേഷമുള്ള ദൃശ്യമാണ്. അതിനുശേഷം ഓട്ടോറിക്ഷയിൽ അപകടം ഉണ്ടായതിനു ശേഷം അതിന്റെ നിയന്ത്രണം വിട്ടതിന് ശേഷമുള്ള ദൃശ്യമാണ് CCTVയിലുള്ളത്. അവിടെ നിന്ന് അത് പിന്നീട് വരുമ്പോഴാണ് മറ്റൊരു ഓട്ടോറിക്ഷയിൽ ഇടിക്കുന്നത്. ആ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന ആളുകൾ അപകടം കൂടാതെ തന്നെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ പരിസരത്തിൽ അപകടം നടക്കുന്ന സ്ഥലത്ത് ഒരു ഓട്ടോ സ്റ്റാൻഡാണ്. ആ സമയത്ത് കൂടുതൽ ഓട്ടോകളൊന്നും ഉണ്ടാവാതിരുന്നതും അപകടത്തിന്റെ വ്യാപ്തി കുറച്ചു. അതോടൊപ്പം ഇത് ബസ് കാസർഗോഡ് ഭാഗത്തുള്ള ആളുകൾക്ക് ബസ് കാത്തിരിപ്പ് കേന്ദ്രം കൂടിയാണ്. ആ സമയത്ത് ഉണ്ടായിരുന്ന 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഈ കൈവരി ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്ന കൈവരി ഉൾപ്പെടെ ഇടിച്ച് ഇതിന്റെ നിയന്ത്രണം വിട്ട് ഇവിടെ വന്ന് ഇടിച്ചു. ആ ഇടിച്ചതിന്റെ ആഘാതത്തിൽ കൈവരി ഉൾപ്പെടെ തകർന്നു പോയിട്ടുണ്ട്. ഈ KSRTC ബസ് നമുക്ക് ദൃശ്യത്തിൽ കാണാം. ആ KSRTC ബസിന്റെ മുൻഭാഗം തന്നെയാണ് ഓട്ടോറിക്ഷയിൽ വന്നിടിക്കുകയും വലിയ അപകടം ഉണ്ടാവുകയും ചെയ്തു. 2 ഓട്ടോറിക്ഷകൾക്ക് ആണ് ഇടിച്ചത്. ആദ്യം ഇടിച്ച ഓട്ടോറിക്ഷ പൂർണ്ണമായും തകരുകയും അതിലുണ്ടായിരുന്ന 6 പേർ മരണപ്പെടുകയും ചെയ്തു. മറ്റൊരു ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന ആളുകൾ ഉടൻ അവിടെ നിന്ന് ചാടി ഇറങ്ങാൻ സാധിച്ചതാണ് അപകടത്തിന്റെ വ്യാപ്തി കുറച്ചല്ലെങ്കിൽ അതിൽ ഉണ്ടായിരുന്ന ആളുകൾക്കും അപകടം പറ്റിയേന്. ഇപ്പോൾ ഇതിന്റെ മുൻഭാഗം നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ്, ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് ഈ അപകടത്തിന് കാരണം എന്നാണ് ഡ്രൈവർ പോലീസ് നൽകുന്നത്. ഷഫീഖ് നസ്രുള്ളയാണ് വിവരങ്ങൾ നൽകിയത്.